നമ്മളെ അധികാരികളെ അറിയാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ അധികാരികളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ന്യായീകരിച്ച് പറയുന്നല്ല, കാരണം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സഞ്ജു ടക്കി, നമ്മളെ യൂട്യൂബർ സഞ്ജു ടക്കി നമ്മൾ അവൻ്റെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോട്ടിലൂടെ വാഹനം ഓടിച്ചു. അവർക്കും പിന്നെ അതേമാതിരി തന്നെ റോട്ടിൽ കൂടി വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ ലൈസൻസ് റദ്ദാക്കിയതും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അതിനെ ന്യായീകരിക്കുന്നില്ല, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം നിയമത്തിനെതിരായിട്ട് അവൻ വാഹനം ഓടിച്ചു, വാഹനത്തിൻ്റെ ഇടയിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി യാത്രക്കാർക്കും ആ വാഹനത്തിലിരിക്കുന്നവർക്കും പിന്നെ പുറത്ത് കാൽനട യാത്രക്കാർക്കും പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടും ഭീഷണിയൊക്കെ തന്നെയായിരുന്നു. അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, തെറ്റ് തന്നെയാണ് ആ സഞ്ജു ടെക്കി ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു വീഡിയോ കാണാനിട വന്നു. കാരണം നമ്മളെ ഈ പറക്കും തളിക സിനിമയത്തൊക്കെ മാതിരിയാണ്, നമ്മളെ ലിവറൊന്നും ഇല്ലാതെ ലിവറൊക്കെ ആരും ഊരിക്കൊണ്ടിരിക്കും. ആ ലിവറൊക്കെ വേറെ സെപ്പറേറ്റ് വേറെ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടക്ടറോ ക്ലീനറോ ആരൊക്കെയാണ് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, ക്ലീനർ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ അധികാരികൾ കണ്ടെത്തണമെന്നറിയില്ല. കാരണം ഇതിനെതിരൊക്കെ ആയിട്ട് അധികാരികളൊന്നും ശബ്ദിക്കണോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊന്നും പറയണതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും ഇപ്പോൾ സഞ്ജുവിനെ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവര്. കാരണം അതിലും കൂടുതലായിട്ട് ഇവരെ രക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ ബസ്, അത്രയും ഒരുപാട് യാത്രക്കാരതിലുണ്ട്. കാരണം റോട്ടിൽ കൂടി ഒരുപാട് വണ്ടികൾ ചീർപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അപകടം വന്നു കഴിഞ്ഞാൽ അതാണെങ്കിലും ഇതാണെങ്കിലും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ സഞ്ജു ചെയ്തതിനേക്കാൾ കൂടുതൽ അപകടം ചിലപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കും പിന്നെ അതേമാതിരി കാൽനട യാത്രക്കാർക്കും അതേമാതിരി ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഉണ്ടാകുക, അപകടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇതും ജനങ്ങൾക്ക് എതിരായിട്ടും അതേമാതിരി ജനങ്ങളെ ജീവന് യാതൊരു വിലയില്ലാത്ത മാതിരിയാണ് ഈ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അധികാരികളൊക്കെ കണ്ടിട്ട് ഇത് വേണ്ടതുപോലെ ഇവർക്കെതിരെ നല്ല നിയമ നടപടികൾ എടുത്തിട്ട് ഇവരെ ലൈസൻസൊക്കെ റദ്ദാക്കണം. എന്നാൽ തന്നെ ഉള്ളൂ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവർക്ക് ഇതൊരു പാഠമാകുള്ളൂ. എത്ര പഠിച്ചാലും ശരിയാണ്, എത്ര പാഠം പഠിച്ചാലും വരുന്നത് പഠിക്കാൻ പോണില്ല. പക്ഷെ എങ്കിൽ പോലും ഇനിയെങ്കിലും വാഹനം ഓടിക്കണവർ ഒന്ന് പേടിച്ചിട്ടെങ്കിലും ഇനി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് കണ്ടറിഞ്ഞിട്ടെങ്കിലും ഒരുപാട് അപകടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് തെറ്റുകളൊന്നും ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അതാ പറയുന്നത്, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെ നിയമം കൊണ്ടുവരണം. അതാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത്.